ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബയോളജിയിലെ 10th ക്ലാസ് ബയോളജിയിലെ ചാപ്റ്റർ 1 സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സെൻസേഷൻസ്? നമ്മുടെ ഈച്ച് ഹ്യൂമൻ ഓർഗാനിസം, ഹ്യൂമൻ ബീയിങ്ങിന് 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? ഐ, ഇയർ, ടങ്, സ്കിന്ന്, നോസ്. ഈ 5 സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഓർഗൻസിൽ നിന്ന് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന സെൻസസ്, അതായത് സൗണ്ടോ, ടച്ച്, ടേസ്റ്റ്, അത് പിന്നെ കാഴ്ചകൾ, അല്ലെ ഹിയറിങ്, ഇതുകൊണ്ടുണ്ടാകുന്ന സെൻസസും അതിന് നമ്മുടെ ബോഡി കൊടുക്കുന്ന റെസ്പോൺസസുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ചിത്രം നോക്കിയിട്ട് ഒബ്സർവ് ദി പിക്ചറും, ചിത്രം ഒബ്സർവ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് ഏതാണ്. അപ്പോൾ നമുക്കൊരു കുട്ടിയെ ചൈൽഡ് ടേസ്റ്റിംഗ് മാംഗോ കാണുന്നുണ്ട്. പിന്നെ സ്നെയിൽ വിഡ്രോയിങ് ഇറ്റ്സ് ബോഡി ഇൻ ടു ദി ഷെല്ല് വെൻ ഇറ്റ്സ് ടച്ച്ഡ് ബൈ എ ബോയ്. ഒരു ബോയ് സ്നെയിൽ, അതായത് ഒച്ചിലും കച്ചിലും എന്നൊക്കെ പറയുന്ന സാധനം ആ സ്നെയിലെ തൊടുകുമ്പോൾ അത് അതിൻ്റെ ബോഡി ഉള്ളോട്ടേക്ക് വിഡ്രോ ചെയ്യുകയാണ്. പിന്നെ ഗേൾ വാഷിംഗ് ഹർ ഫേസ് വിത്ത് കോൾഡ് വാട്ടർ, ബേർഡ്സ് ഫ്ലൈയിങ് അവേ ഡ്യൂ ടു ദി സൗണ്ട് ഓഫ് ദി ചിൽഡ്രൻ. അപ്പം വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ടു വിച്ച് ചിൽഡ്രൻ ആൻഡ് അതർ ഓർഗാനിസം റെസ്പോണ്ടഡ് ഹിയർ. ഇവിടെ ചിൽഡ്രനെ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസംസ് റെസ്പോൺസ് കൊടുക്കാൻ കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ടേസ്റ്റ്, ടച്ച്, സൗണ്ട് ഒക്കെയാണ് ഇവിടെ ഉള്ള ഫാക്ടേഴ്സ്. അപ്പം നെക്സ്റ്റ്, വാട്ട് ഈസ് സ്റ്റിമുലൈ? അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള. വാട്ട് ഈസ് സ്റ്റിമുലൈ? ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ് ഇൻ ഓർഗാനിസംസ് ആർ കോൾഡ് സ്റ്റിമുലൈ. അപ്പോൾ എന്താണ് സ്റ്റിമുലൈ? ഓർഗാനിസംസിൽ റെസ്പോൺസസിനെ ഇവോക്ക് ചെയ്യുന്ന സെൻസസ്, അതായത് റെസ്പോൺസസിന് കാരണമായ സെൻസസിനാണ് സ്റ്റിമുലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ സ്റ്റിമുലൈ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാത്രമല്ല, നമുക്ക് ഈ പുറത്തുനിന്ന് കിട്ടുന്നത് മാത്രമാണോ, ഈ പുറത്തുനിന്ന് ഉള്ളത് മാത്രമാണോ സെൻസസ്? അല്ല, നമ്മുടെ ശരീരത്തിന് ഉള്ളിലും ഉണ്ട് സ്റ്റിമുലൈ. അതായത് ഹങ്കർ, വിശക്കുന്നത് നമുക്ക് ഉള്ളിൽ നിന്നല്ലേ അറിയുന്നത്. തേഴ്സ്റ്റ്, ദാഹം, ഇതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് അറിയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടാകാം, ഇൻറ്റേർണൽ സ്റ്റിമുലൈ ഉണ്ടാകാം. നെക്സ്റ്റ്, വാട്ട് ആർ റിസെപ്റ്റേഴ്സ്? There are specialized cells in the sense organs and other parts of the body to receive stimuli. നമ്മുടെ ശരീരത്തിൽ സെൻസ് ഓർഗൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. അപ്പം 5 സെൻസ് ഓർഗൻസിലും മറ്റുള്ള ഓർഗൻസിലും ഒരു പ്രത്യേക സെൽസ് ഉണ്ടാകും. നമ്മൾ സാധാരണ ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് അല്ല, സ്പെഷ്യലൈസ്ഡ് സെൽസ്, പ്രത്യേകമാക്കപ്പെട്ട സെൽസ് ഉണ്ട്. എന്തിന്? ഈ സ്റ്റിമുലൈ റിസീവ് ചെയ്യാൻ വേണ്ടി. ഈ പ്രത്യേകമാക്കപ്പെട്ട സെൽസിനാണ് പറയുന്നത് റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സിൻ്റെ ഫങ്ഷൻ എന്താണ്? സ്റ്റിമുലൈ റിസീവ് ചെയ്യുകയും എന്നിട്ട് അതിന് സ്യൂറ്റബിളായ റെസ്പോൺസസ് ജനറേറ്റ് ചെയ്യുകയാണ് റിസെപ്റ്റേഴ്സിൻ്റെ ഫങ്ഷന്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കണ്ടെങ്കിൽ, ഇങ്ങനെ ഒച്ച വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരാൾ തൊടുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടെങ്കിൽ സ്റ്റിമുലൈ എത്തണ്ടേ ശരീരത്തിൽ. അപ്പോൾ ഈ സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്നതും ഈ സ്റ്റിമുലൈക്ക് അനുസൃതമായ ഈ സ്റ്റിമുലൈക്ക് സ്യൂറ്റബിളായ റെസ്പോൺസസ് ജനറേറ്റ് ചെയ്യുന്നത് ആരാ? റിസെപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊരു പ്രധാന ഭാഗമാണ് റിസെപ്റ്റേഴ്സ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക. വാട്ട് ആർ റിസെപ്റ്റേഴ്സ് ആൻഡ് വാട്ട് ആർ ദർ ഫങ്ഷൻസ്? നമ്മുടെ ശരീരത്തിൽ എപ്പോൾ റെസ്പോൺസസ് ജനറേറ്റ് ആകുന്നത്? ഈ ഇമ്പൾസസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലൈനെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഈ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലെത്തുമ്പോഴാണ് അതിനനുസൃതമായ റെസ്പോൺസസ് ഒക്കർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ അഥവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ റെസ്പോൺസസ് എപ്പോൾ ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലൈനെ സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ആ സ്റ്റിമുലൈക്ക് സ്യൂറ്റബിളായ അനുസൃതമായ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്ത ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിൽ എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് റെസ്പോൺസസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാൻ കുറേ ടൈമൊന്നും വേണ്ട, സെക്കൻഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം അറിയുന്നത് അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ചെറിയ ടൈം മതി. ദ നെർവസ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ദീസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്, കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ നെർവസ് സിസ്റ്റമാണ്. ഇങ്ങനെ സ്റ്റിമുലൈ റിസീവ് ചെയ്യുക, എന്നിട്ട് റിസപ്റ്റേഴ്സിനെ കൊണ്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഈ ഇമ്പൾസസിനെ തിരിച്ച് ബ്രെയിനിലെത്തിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഇനി നമുക്ക് നെർവസ് സിസ്റ്റത്തിൻ്റെ കുറച്ച് പ്രധാന ഭാഗങ്ങൾ പഠിക്കാം. അപ്പോൾ നെർവസ് സിസ്റ്റത്തിലെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെൽ എന്ന് പറയുന്ന സാധനം. നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലൊരു സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് ആര്? ന്യൂറോൺ. അപ്പോൾ ന്യൂറോണിനും കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ന്യൂറോൺ എങ്ങനെയാണ് വരക്കേണ്ടതുണ്ടെന്ന് എല്ലാവരും പഠിക്കണം. ഈസി ഡയഗ്രാമാണ്, ഇതിനേക്കാളും ടഫുള്ള ഡയഗ്രാമൊക്കെ പഠിക്കാൻ വരുന്നത് ഉള്ളൂ. അപ്പോൾ ഇത് ഈസി ഡയഗ്രാമാണ്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ടേമിൽ എക്സാമിന് കൂടുതൽ സാധ്യത ഈ ക്വസ്റ്റ്യൻ വരാൻ തന്നെയാണ്, ന്യൂറോൺ വരക്കാൻ തന്നെയാണ് വരിക. അപ്പോൾ ന്യൂറോൺ എല്ലാവരും വരക്കാൻ പഠിക്കണം. ന്യൂറോൺ എല്ലാവരും വരക്കാൻ പഠിക്കുക. ഇനി നമുക്ക് ന്യൂറോണിൻ്റെ പാർട്സ് ഏതെല്ലാം നോക്കാം. 6 മെയിൻ പാർട്സും 9 പാർട്സാണ് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. അതിൽ 6 എണ്ണത്തിൻ്റെയും ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. ബാക്കി 3 എണ്ണം മാർക്ക് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഡെൻഡ്രൈറ്റ് എന്താണെന്ന് നോക്കാം. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ്. അപ്പോൾ ഡെൻഡ്രോൺ എന്നാൽ നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത് അടുത്തുള്ള ഒരു ന്യൂറോൺ, ഇത് ഒരു ന്യൂറോൺ മാത്രമല്ലോ നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ നെർവസ് സിസ്റ്റം ഫുള്ളായിട്ട് ഈ ന്യൂറോൺസ് ഉണ്ടാകും. കാരണം ന്യൂറോൺ എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ആണ്, അതൊരു നെർവ് സെല്ലാണ്. അതുകൊണ്ട് തന്നെ ന്യൂറോണിൻ്റെ വേറൊരു നെയിമാണ് കേട്ടോ നെർവ് സെല്ല്. അപ്പോൾ ന്യൂറോൺ ഇങ്ങനെ അടുപ്പിച്ച് കുറേ ന്യൂറോൺ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞാലുടൻ വേറൊരു ന്യൂറോണാണ് അടുത്തുണ്ടാവുക. അപ്പം അടുത്തുള്ള ന്യൂറോൺ, അപ്പം ഫസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫിംഗറിനെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിംഗറിനെ കൊണ്ട് ഒരു ഹോട്ട് ഒബ്ജക്റ്റ് തൊടുന്നതെങ്കിൽ നമ്മുടെ ഫിംഗറിൽ ഏറ്റവും ടിപ്പ് പോയിന്റിലുള്ള ന്യൂറോണിലാണല്ലോ ഫസ്റ്റ് ഈ സ്റ്റിമുലൈ റിസീവ് ചെയ്യുക. അപ്പം ഈ ന്യൂറോണിൽ നിന്ന്, അപ്പം ഫസ്റ്റ് കിട്ടിയ ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നത്, ഇമ്പൾസസ് അഡ്ജസൻറ്റ് ന്യൂറോണിലേക്ക് ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. കണ്ടോ, ഈ ഏറ്റവും ടിപ്പിലുള്ള ആ ഈ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? റിസീവ് ഇമ്പൾസസ് ഫ്രം ദി അഡ്ജസൻറ്റ് ന്യൂറോൺ, അടുത്തുള്ള ന്യൂറോണിൽ നിന്ന് ഇമ്പൾസസ് റിസീവ് ചെയ്യുക. നെക്സ്റ്റ് ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചസ് ആണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഫിലമെൻസിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെ പൊന്തി നിന്ന സാധനങ്ങൾ കാണുന്നില്ലേ, അതാണ് ഡെൻഡ്രോൺസ്. ഷോർട്ട് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി. ഇതാണ് സെൽ ബോഡി, ആ നടുവിൽ ആ ബോഡിയാണ് സെൽ ബോഡി. അതിൽ നിന്നുള്ള ഷോർട്ട് ഫിലമെൻസിനാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഡെൻഡ്രോണിൻ്റെ ഫംഗ്ഷൻ എന്താ? ഡെൻഡ്രൈറ്റിൽ നിന്നും സെൽ ബോഡിയിലേക്ക് ഇമ്പൾസസ് ക്യാരി ചെയ്യാം. നെക്സ്റ്റ് ആക്സൺ എന്ന് പറയുന്നത് ഫിലമെൻ്റ് തന്നെയാണ്, ഡെൻഡ്രോണിനെ പോലെ തന്നെ ഒരു ഫിലമെൻ്റ് തന്നെയാണ് ആക്സണും. ബട്ട് ഇറ്റ്സ് ദി ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി. ബാക്കി എല്ലാ ഡെൻഡ്രോണുകളും ഏകദേശം സെയിം സൈസ് ആയിരിക്കും, എന്നാൽ ആക്സൺ അങ്ങനെയല്ല. ആക്സൺ ഇസ് ദി ലോങ്ങസ്റ്റ് ഫിലമെൻറ്റ് ഫ്രം ദി സെൽ ബോഡി. ആക്സണിൻ്റെ ഫംഗ്ഷൻ എന്താ? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ദി സെൽ ബോഡി ടു ഇൻസൈഡ്. ഔട്ട്സൈഡ്. സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക്, ഔട്ട്സൈഡിലേക്ക് ഇമ്പൾസസിനെ പുറത്തെടുക്കുന്നതാണ് ആര്? ആക്സൺ. അപ്പം നെക്സ്റ്റ് ആക്സണിൻ്റെ ബ്രാഞ്ചസ് ആണ് ആക്സണേറ്റ്. അതിവിടെ കാണുന്നില്ലേ, ആക്സണ് 3 കമ്പുകൾ പോലെ കാണുന്നില്ലേ, അതാണ് ആക്സണേറ്റ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ക്യാരീസ് ഇമ്പൾസസ് ടു ദി സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഈ കുറേ ഡോട്ട്സ് കാണുന്നില്ലേ ആ ഡോട്ട്സിനെയാണ് എന്ത് പറയുക? സിനാപ്റ്റിക് നോബ്. അപ്പം ആക്സണൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസസിൽ സിനാപ്റ്റിക് നോബിലേക്ക് ക്യാരി ചെയ്യുക. പിന്നെ 2 പാർട്സ് ഷ്വാൻ സെല്ലും സിനാപ്റ്റിക് നോബുമാണ്. ഷ്വാൻ സെൽ എന്ന് പറയുന്നത് ഈ ആക്സണിനെ എൻസർക്കിൾ ചെയ്യുന്ന, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും, ആക്സണിനെ എൻസർക്കിൾ ചെയ്യുന്നതാണ്, അതാണ് ഷ്വാൻ സെൽ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഈ ഡോട്ട്സ്, അതാണ് സിനാപ്റ്റിക് നോബ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അഡ്ജസൻറ്റ് ന്യൂറോണിൽ നിന്ന് ഡെൻഡ്രൈറ്റ് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു. എന്നിട്ട് ഡെൻഡ്രോണിന് കൊടുക്കുന്നു. ഡെൻഡ്രോൺ അതിനെ സെൽ ബോഡിയിലേക്ക് എത്തിക്കുന്നു. ആക്സൺ സെൽ ബോഡിയിൽ നിന്ന് അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ആക്സണിൽ നിന്നും അത് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. അപ്പോൾ സിനാപ്റ്റിക് നോബ് ആണല്ലോ നെക്സ്റ്റ് ന്യൂറോണിലെ ഡെൻഡ്രൈറ്റ് ആദ്യം സിനാപ്റ്റിക് നോബിൽ അത് റിസീവ് ചെയ്യും.
ഇപ്പോൾ സിനാപ്റ്റിക് ലോബ് എന്ന് പറയുന്നത് ടിപ്പ് ഓഫ് ആക്സിലേറ്റ്, ആക്സിലേറ്റ് ടിപ്പാണ്. സിനാപ്റ്റിക് ലോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ടാണ് നമ്മുടെ ന്യൂറോൺസ് പരസ്പരം ഇമ്പൾസസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ കാരണമാണ്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യുന്നത് സിനാപ്റ്റിക് നോബാണ്. ആക്സൻസ്, അപ്പം നമ്മൾ ആക്സൻസ് എന്ന് പഠിച്ചല്ലോ. ഈ ആക്സൻസ് അധിക ന്യൂറോണിൻ്റെ ആക്സൻസും മൈലിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിന് കൊണ്ട് എൻസേർക്കിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇതാണ് ആക്സൺ. ഈ ആക്സണ് മൈലിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിന് കണ്ടെയ്നിങ് ലിപ്പിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ വെച്ചൊരു കവർ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ ലിപ്പിഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ കൊണ്ട് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ്ലി എൻസേർക്കിൾ ചെയ്തിരിക്കുകയാണ്. ഇതിനാണ് എന്ത് പറയുന്നത്, മൈലിൻ ഷീത്ത് എന്ന്. നെക്സ്റ്റ് നെർവസ് ഗ്രൂപ്പ് ഓഫ് ആക്സൺസ്. അപ്പോൾ ഈ നെർവ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആക്സൺ, നമ്മൾ പറയുന്നില്ല നരമ്പ് എന്ന് പറയുന്നത് നെർവ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് ഗ്രൂപ്പ് ഓഫ് ആക്സൺസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൈലിൻ ഷീത്ത് എന്ന്. ഈ മൈലിൻ ഷീത്ത് നെർവ്സിലുള്ള മൈലിൻ ഷീത്തിന് ഷ്വാൻ സെൽസ് എന്നും ബ്രെയിനിലും സ്പൈനൽ കോഡിലുമുള്ള മൈലിൻ ഷീത്തിനെ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് ന്യൂ വേർഡാണ് അല്ലേ. മൈലിൻ ഷീത്തും ന്യൂ വേർഡാണ്, പക്ഷേ ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് എല്ലാവരും സ്പെല്ലിങ് നല്ലോണം പഠിക്കുക. കാരണം ബയോളജിയിൽ സ്പെല്ലിങ്ങിന് മാർക്ക് കുറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്പം മൈലിൻ ഷീത്ത് രണ്ടെണ്ണാണുള്ളത്. ഒന്ന് നെർവിലുള്ളത് അത് ഷ്വാൻ സെൽസ്, രണ്ടാമത് ബ്രെയിനിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലുള്ളത് ഒലിഗോഡെൻഡ്രോസൈറ്റ്സ്. അപ്പം മൈലിൻ ഷീത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഷൈനി വൈറ്റ് കളറാണ്, ഒരു മിന്നുന്ന ഒരു വെള്ള കളറാണ്, ഷൈനി വൈറ്റ് കളറാണ്. അപ്പം ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിലെയും മൈലിനേറ്റഡ് നെർവ് സെൽസ്, അതായത് മൈലിന് ഷീത്തുള്ള നെർവ് സെൽസ് കുറേ മൈലിനേറ്റഡ് നെർവ് സെൽസുള്ള ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും പാർട്സിനെ വൈറ്റ് മാറ്റർ എന്നും, ഈ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉണ്ടാവുമല്ലോ, മൈലിൻ ഷീത്തുള്ള നെർവ് സെൽസ് കുറവുള്ള പാർട്സിന് അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് ഇല്ലാത്ത പാർട്സിന് ഗ്രേ മാറ്റർ എന്നും പറയുന്നു. അതായത് ഇപ്പം ബ്രെയിനിലും സ്പൈനൽ കോഡിലും കുറേ പാർട്സ് ഉണ്ടാവും. ആ ചില പാർട്സിൽ ഈ മൈലിനേറ്റഡ് നെർവ് സെൽസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആക്സൻസ് കൂടുതലും ന്യൂറോൺസിൻ്റെ ആക്സൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആക്സൻസ് ഉണ്ടാവുമല്ലോ, ബാക്കിയുള്ള ന്യൂറോൺസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില ന്യൂറോൺസിൻ്റെ ആക്സൻസ് മാത്രമായിരിക്കും മൈലിനേറ്റഡ്, ബാക്കി നോൺ മൈലിനേറ്റഡ് ആയിരിക്കും. അപ്പം മൈലിനേറ്റഡായ നെർവ് സെൽസ് ഉള്ള പാർട്സിന് വൈറ്റ് മാറ്റർ എന്നും നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് ഉള്ള പാർട്ടിന് ഗ്രേ മാറ്റർ എന്നും പറയുന്നു. നെക്സ്റ്റ് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. എന്തെല്ലാം ഫങ്ഷൻസ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ആക്സണ് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അസിലറേറ്റ് ഇമ്പൾസസിനെ കൺട്രോൾ ചെയ്യുക, അസിലറേറ്റ് ചെയ്യുക. ആക്ട് ആസ് എൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, ഷോക്കൊന്നും ഇല്ലാതിരിക്കുക, ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രൊട്ടക്റ്റ് ദി ആക്സൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, പുറത്തുനിന്നുള്ള പെട്ടെന്ന് നമ്മൾ വീഴുകയും അതുപോലെ ചെയ്ത് പുറത്തുനിന്നുള്ള ഷോക്സ് പെട്ടെന്നുള്ള കാര്യങ്ങളിൽ നിന്നും ആക്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ്. ഇതുവരെ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇത്ര വരെ ഞാൻ പറഞ്ഞതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും അതും ഒന്നും വായിച്ച് നോക്കുക. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.